എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് GK ചോദ്യങ്ങളാണ്, അതുപോലെ തന്നെ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതയായ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതയായ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. അടുത്ത ചോദ്യം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. അടുത്ത ചോദ്യം. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ്. റൂസോ ഏതു രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലാൻഡ്. രക്തചക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. ഇന്ത്യയുടെ വിദേശ തത്വത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ. 1967 രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിത ഫുർചരൺ കൗർ 1969. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ R. രാമചന്ദ്രൻ നായരാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ R. രാമചന്ദ്രൻ നായർ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബൻ ബത്തൂത്ത ഏതു രാജ്യക്കാരനായിരുന്നു? മൊറോക്കോക്കാരനായിരുന്നു ഇബൻ ബത്തൂത്ത. അടുത്ത ചോദ്യം. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം ഫർഖോർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? മൺസൂൺ കാറ്റുകളെയാണ്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? മൺസൂൺ കാറ്റുകളെ. അടുത്ത ചോദ്യം. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം 2015. പായക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമി. US സെനറ്റ് അംഗമായ ആദ്യ ഇന്ത്യൻ വനിത കമല ഹാരിസ്. സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയാണ് കമല ഹാരിസ്. യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരി. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ജഗ്ജീവൻ റാം ആയിരുന്നു. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷൻ്റെ ചെയർമാൻ ധരംവീർ. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് മൻമഥനാഥ് റോയ് ചൗധരി. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും നീക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 61. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. കുറച്ച് പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ടത് എന്ന് ചോദ്യങ്ങളെല്ലാതും നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.